ഇതെല്ലാം ഉപയോഗിച്ചുള്ള ഒരു 5 പ്രോബ്ലംസ് ആണ് ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഈ 5 പ്രോബ്ലം നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. അത് ചെയ്യാനുള്ള ചെറിയ ഒരു ഹെൽപ്പ് മാത്രമാണ് ഈ സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ അത്യാവശ്യം കുറച്ച് അനാലിസിസിൻ്റെ കുറച്ച് തിയറിയൊക്കെ നിങ്ങൾ പഠിച്ചു. പിന്നെ സ്വന്തമായിട്ട് ഹൗ ടു റൈറ്റ് മാത്തമാറ്റിക്സ്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് മാത്തമാറ്റിക്സ് എന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സോ ഇനിയുള്ള 5 പ്രോബ്ലങ്ങളുടെയും പ്രൂഫ് നിങ്ങൾ നോട്ട്ബുക്കിൽ നല്ല ഭംഗിയായിട്ട് എഴുതുക. യു ഹാവ് ടു സബ്മിറ്റ് ഇറ്റ് ആസ് ആൻ അസൈൻമെൻറ്റ്. അപ്പോൾ ചെയ്യാൻ വേണ്ട ഹെൽപ്പ് ഞാനിവിടെ തരികയാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം ഇതാണ്. ഈസ് ക്യൂ കംപ്ലീറ്റ്? ക്യൂ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ഇത് കംപ്ലീറ്റ് ആണോ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ ഇസ് കംപ്ലീറ്റ് എന്ന് നമ്മൾ പഠിച്ചു. എന്താണ് കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിച്ചത്? റിയൽ നമ്പേഴ്സിൻ്റെ ഏത് നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും അത് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അതിന് ആറിൽ ഒരു സുപ്രീമം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈസ് ക്യൂ കംപ്ലീറ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? സപ്പോസ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ. ഓക്കെ, ഈ എസ് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ, ബൗണ്ടഡ് എബോവ് ഇൻ ക്യൂ ആണെങ്കിൽ സുപ്രീമം ഓഫ് ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് ക്യൂവിൽ എക്സിസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്യൂ കംപ്ലീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കേണ്ടത് ഇതാണ്. ടേക്ക് എ സബ്സെറ്റ് ഓഫ് ക്യൂ, അത് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ ക്യൂവിൽ അതിന് സുപ്രീമം ഉണ്ടോ? ഉണ്ടെങ്കിൽ ക്യൂ കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെ ഏത് സബ്സെറ്റ് ബൗണ്ടഡ് എബോവ് ആണെങ്കിലും അവരുടെ സുപ്രീമം ക്യൂവിലുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആണെന്ന് പറയും. ഒരു സബ്സെറ്റിനെങ്കിലും ബൗണ്ടഡ് എബോവ് ആണ് പക്ഷെ സുപ്രീമം ക്യൂവിലില്ല എന്നാണെങ്കിൽ ക്യൂ കംപ്ലീറ്റ് അല്ല എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്യൂ കംപ്ലീറ്റ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കണം. ക്യൂ കംപ്ലീറ്റ് അല്ല എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. സോ ഐ വിൽ ഗിവ് യു എ ഹിൻറ്റ്. ഞാൻ ജസ്റ്റ് ഒരു ഹിൻറ്റ് മാത്രമാണ് തരുന്നത്. ഡീറ്റെയിൽഡ് പ്രൂഫ് നിങ്ങൾ എഴുതാം. സോ ഞാനൊരു സെറ്റ് എടുത്തു. സെറ്റ് ഓഫ് ഓൾ എസ് എലമെൻറ്റ് ഓഫ് ക്യൂ where 0 less than or equal to s, s square less than 2. ഇതുപോലെ ഒരു സെറ്റ് കണ്ടൊരു ഓർമ്മയുണ്ടോ? നമ്മൾ എക്സിസ്റ്റൻസ് ഓഫ് √2 പ്രൂവ് ചെയ്തപ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്തു. അപ്പം ഞാനിവിടെ എടുത്തിരുന്നത് സെറ്റ് ഓഫ് ഓൾ എസ് എലമെൻറ്റ് ഓഫ് ആർ വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ്, എസ് സ്ക്വയർ ലെസ് ദാൻ 2 എന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കുന്നില്ല. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസും എസ് സ്ക്വയർ ലെസ് ദാൻ 2ഉം ആകുന്ന റാഷണൽ നമ്പേഴ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. സോ ഇത് ക്യൂവിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. എസ് നോട്ട് ഈക്വൽ ടു 5 എന്ന് കാണിക്കണം. സോ ഈ സെറ്റിലുള്ള എസ്സിലുള്ള ഒരു എലമെൻറ്റിനെ ചൂണ്ടിക്കാണിച്ചാൽ മതി. സോ ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് എസ് ഇസ് നോൺ എംപ്റ്റി. ആൻഡ് ദെൻ യു പ്രൂവ് ദാറ്റ് എസ് ഇസ് ബൗണ്ടഡ് എബോവ്, അതായത് എസ്സിനൊരു അപ്പർ ബൗണ്ട് ഉണ്ട് എന്ന് കാണിക്കണം. അപ്പം ഞാനിവിടെ വ്യക്തമായിട്ടൊരു അപ്പർ ബൗണ്ട് വരെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2 ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എസ് എന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ സുപ്രീമം ഓഫ് എസ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. എവിടെ? ആറിൽ ഇതിനൊരു സുപ്രീം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഈ സുപ്രീമം √2 ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതെങ്ങനെ √2 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2ഉം പോസിബിൾ അല്ല, എക്സ് സ്ക്വയർ ലെസ് ദാൻ 2ഉം പോസിബിൾ അല്ല എന്ന് കാണിക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആണെങ്കിൽ നമ്മൾ എക്സിനെ വിളിക്കുന്ന പേരാണ് √2 എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത ആ സെറ്റിന് ഒരു സുപ്രീമം ഉണ്ടെങ്കിൽ അത് √2 ആയിരിക്കും. ബട്ട് ദിസ് √2 ഈസ് നോട്ട് എ റാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ സുപ്രീമം ഓഫ് എസ് എലമെൻറ്റ് ഓഫ് ക്യൂ ആയിട്ട് നമുക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല.
അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ചോദിക്കാറുള്ളതാണ്. സോ ട്രൈ ടു റൈറ്റ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നൗ യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് there exists a positive real number x such that x square equal to 3. പ്രൂവ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തത് there exists a positive real number x such that x square equal to 2 എന്നാണ്. ഇതിനും പ്രൂഫ് ഞാൻ തരുന്നില്ല. I will give you hint. Take capital S equal to set of all s element of R where 0 less than or equal to s, s square less than 3. Then കഴിഞ്ഞ തവണ ചെയ്ത അതേപോലെ, അതായത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ആകുന്ന ഒരു എക്സ് എക്സിസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഐ തിങ്ക് ഇറ്റ്സ് ഇൻ സെഷൻ 31 എക്സിസ്റ്റൻസ് ഓഫ് റൂട്ട് ടു പ്രൂവ് ചെയ്തത്. അതേപോലെ ആ പ്രൂഫിൻ്റെ അതേപോലെ പ്രൊസീഡ് ചെയ്യുക. സോ ദാറ്റ് യു ക്യാൻ പ്രൂവ് ദാറ്റ് പ്രൊസീഡ് ആസ് ഇൻ ദ പ്രൂഫ് ഓഫ് ദ തിയറം ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് റിയൽ നമ്പർ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2. അപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രൂഫ് എങ്ങനെയാണോ, ഈ തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ പ്രൊസീഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ പ്രൂഫ്. ഓക്കെ, ഇങ്ങനെയാണ് സെക്കൻഡ് പ്രോബ്ലം ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ ആർ യു വെർ ആർ എലമെൻറ്റ് ഓഫ് ക്യൂ ആൻഡ് യു ഈസ് സം പോസിറ്റീവ് നമ്പർ. അപ്പോൾ യു ഒരു കോൺസ്റ്റൻ്റ് ആണ്, പോസിറ്റീവ് ആയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. And you are multiplying a very rational number with u. Prove that this set is dense in R. ഇത് dense in R ആണ് എന്ന് കാണിക്കണം. അപ്പോൾ ഹിൻ്റ് ഇതാണ്. നമ്മൾ കൊറോളറി ഓഫ് ഡെൻസിറ്റി തിയറം പ്രൂവ് ചെയ്തില്ലേ? എന്താണ് കൊറോളറി ഓഫ് ഡെൻസിറ്റി തിയറം? ഇറാഷണൽ നമ്പേഴ്സ് ആർ ഡെൻസ് എന്ന് പ്രൂവ് ചെയ്തല്ലോ. ഫോർ എനി എക്സ് ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് ആർ എക്സ് ലെസ് ദാൻ വൈ there exists an irrational number z between x and y. അതിൻ്റെ പ്രൂഫിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് ആലോചിക്കുക. അതിലെ റൂട്ട് 2ൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങൾക്ക് u എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ട്. ദെൻ അതേപോലെ ആ പ്രൂഫ് പോലെ പ്രൊസീഡ് ചെയ്താൽ യു ക്യാൻ പ്രൂവ് ദിസ് റിസൾട്ട്. ഓക്കെ, നൗ യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഐ തിങ്ക് ദിസ് ഇസ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. Supremum of set of all 1 minus 1 by n where n element of natural numbers is equal to 1 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു സെറ്റിൻ്റെ സുപ്രീമം ഇതാണ് എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം 1 ഇതിൻ്റെ അപ്പർ ബൗണ്ട് ആണെന്ന് കാണിക്കണം. 1 ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദിസ് സെറ്റ്. പിന്നെന്ത് വേണം? 1നേക്കാൾ ചെറിയവരാരും അപ്പർ ബൗണ്ട്സ് അല്ല എന്നും കാണിച്ചാൽ പ്രൂഫ് ആയിക്കോളും. സോ പ്രൂവ് ദാറ്റ് 1 ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദ ഗിവൺ സെറ്റ് ആൻഡ് 1 മൈനസ് എപ്സിലൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് ഓഫ് ദിസ് സെറ്റ് ഫോർ എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ യു ക്യാൻ പ്രൂവ് ദിസ്. സോ ട്രൈ ടു ഡു. ഏത് റിയൽ നമ്പർ എടുത്താലും അതിലും വലിയ നാച്ചുറൽ നമ്പേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എപ്സിലൺ പോസിറ്റീവ് ആണ്. എപ്സിലൺ പോസിറ്റീവ് ആണെന്ന് പറയുമ്പോൾ എപ്സിലൺ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 1 ബൈ എപ്സിലൺ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. കുറച്ചധികം ഹിൻറ്റ് ഞാനിവിടെ തന്നു കഴിഞ്ഞു. സോ ട്രൈ ടു റൈറ്റ് ഡൗൺ ദ പ്രൂഫ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇഫ് S is bounded above in R and A is positive, prove that supremum of AS equal to A into supremum of S. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ A ഇൻറ്റു സുപ്രീമം ഓഫ് എസ് എന്ന് പറയുന്നത്, സുപ്രീമം ഓഫ് എസ്സിന് നമുക്ക് എഴുതാൻ സൗകര്യത്തിനൊരു പേര് കൊടുക്കാം. A ഇൻറ്റു ദാറ്റ് ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് AS എന്ന് പ്രൂവ് ചെയ്യുക. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ASൻ്റെ വേറെ ഏതൊരു അപ്പർ ബൗണ്ട് എടുത്താലും അത് A ഇൻറ്റു സുപ്രീമം ഓഫ് എസ്സിനേക്കാൾ വലുതാണ് എന്ന് പ്രൂവ് ചെയ്യുക. നമ്മൾ A പ്ലസ് എസ്സിൻ്റെ കാര്യത്തിൽ ചെയ്ത പോലെ
അപ്പോൾ ഇവിടെ എന്താണ് ഒരു റിയൽ നമ്പർ ഇൻറ്റു എ സെറ്റ്? എ എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ സ്മോൾ എസ് വേർ സ്മോൾ എസ് വാരീസ് ഓവർ ക്യാപിറ്റൽ എസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എസ് എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0-2 ആണെന്ന് വിചാരിക്കുക. ഐ എം ടേക്കിംഗ് എ ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ എ പോസിറ്റീവ് ആണെന്ന് തന്നിട്ടുണ്ട്, 3 എന്ന് എടുത്തു എന്ന് കരുതുക. സോ എ എസ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ 3x where x varies over 0-2. എക്സ് 0 തുടങ്ങി 2 വരെ വാരി ചെയ്യുമ്പോഴുള്ള എല്ലാ 3xകളുടെയും കൂടി കളക്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് 0-6. ഇതാണ് എ എസ്. സോ നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സുപ്രീമം ഓഫ് എസ് എന്നുള്ളതിനെ യു എന്ന് വിളിക്കാം. അപ്പോൾ എ യു ഈസ് ആൻ അപ്പർ ബൗണ്ട് ഓഫ് എ എസ് എന്ന് കാണിക്കുക. ടേക്ക് എനി അതർ അപ്പർ ബൗണ്ട്, സേ വി ഓഫ് എ എസ്, ഷോ ദാറ്റ് വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ യു. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സോ ഹിൻറ്റുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നല്ല ഭംഗിയായിട്ട് ലോജിക്കലായിട്ട് ആർഗ്യുമെൻറ്റ്സ് എഴുതുക. ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ്. ഹോംവർക്ക് എന്നോ അസൈൻമെൻ്റ് എന്നോ വിളിക്കാം. ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. മൂഡിൽ നിങ്ങൾക്ക് അതിന് വേണ്ട ലിങ്ക് തരും. ഓക്കെ, ഈ 5 പ്രോബ്ലം വളരെ ഭംഗിയായിട്ട് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.